ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം 2 ശമൂവേൽ 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ്. 2 ശമൂവേൽ 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അബ്ശാലോമിൻ്റെ കലാപത്തിന് ശേഷം ദാവീദ് യെരുശലേമിലേക്ക് മടങ്ങി വരുന്നതാണ് നാം കാണുന്നത്. എന്നാൽ വിജയം ലഭിച്ചതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നില്ല. ദാവീദ് തൻ്റെ സിംഹാസനം വീണ്ടെടുത്തെങ്കിലും മുറിവേറ്റ ബന്ധങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ, കലാപം, ക്ഷാമം, ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എന്നിവയെല്ലാം ഇനിയും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നു. ഒരു പ്രതിസന്ധിക്ക് ശേഷം ദൈവത്തിന് നമ്മെ പുനഃസ്ഥാപിക്കുവാൻ കഴിയും. എന്നാൽ പുനഃസ്ഥാപനത്തോടൊപ്പം ഉത്തരവാദിത്വവും വരുന്നു എന്നതാണ് ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിജയം നേടുന്നതിൽ മാത്രം നേതൃത്വം അവസാനിക്കുന്നില്ല. ആളുകളെയും ബന്ധങ്ങളെയും നീതിയെയും പ്രയാസകരമായ സാഹചര്യങ്ങളെയും ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യുന്നതും നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. 19-ാം അധ്യായം അബ്ശാലോമിൻ്റെ മരണത്തിൽ ദാവീദ് വിലപിക്കുന്നതോടെയാണ് ആരംഭിക്കുന്നത്. തൻ്റെ ദുഃഖത്തിൽ അദ്ദേഹം അത്രയധികം തകർന്നു പോകുന്നു. ദാവീദിനു വേണ്ടി യുദ്ധം ചെയ്ത ജനങ്ങൾ പോലും തങ്ങളുടെ വിജയം ഒരു തെറ്റായ കാര്യമാണെന്ന് തോന്നുന്ന അവസ്ഥയിലാകുന്നു. യോവാബ് ദാവീദിനെ ശക്തമായി ഉപദേശിക്കുന്നു. ദാവീദ് ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നാൽ തൻ്റെ ജീവൻ രക്ഷിച്ച ജനങ്ങളുടെ ധൈര്യം തകരുമെന്ന് അവൻ പറയുന്നു. ദാവീദ് അത് കേൾക്കുകയും എഴുന്നേറ്റ് പടിവാതിൽക്കൽ ഇരിക്കുകയും ചെയ്യുന്നു. ഇത് നേതൃത്വത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. എപ്പോൾ വിലപിക്കണമെന്നും എപ്പോൾ നേതൃത്വം ഏറ്റെടുക്കണമെന്നും ദാവീദിനെ പഠിക്കേണ്ടി വന്നു. ദുഃഖം സ്വാഭാവികമാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഉത്തരവാദിത്വം നമ്മെ വീണ്ടും നമ്മുടെ ദൗത്യത്തിലേക്ക് വിളിക്കുന്നു. തുടർന്ന് ദാവീദ് യെരുശലേമിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുന്നു. അനേകർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വരുന്നു. മുമ്പ് ദാവീദിനെ ശപിച്ചിരുന്ന ശിമെയി ഇപ്പോൾ ക്ഷമ ചോദിക്കാൻ വരുന്നു. ദാവീദ് കരുണ കാണിക്കുകയും ശിമെയി കൊല്ലപ്പെടുകയില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. തുടർന്ന് മെഫിബോശേത്ത് ദാവീദിൻ്റെ മുമ്പിൽ വരുന്നു. കലാപസമയത്ത് താൻ ദാവീദിനോടൊപ്പം വരാതിരുന്നതിൻ്റെ കാരണം അവൻ വിശദീകരിക്കുന്നു. ദാവീദ് ഈ കാര്യത്തിൽ പൂർണ്ണമായ അന്വേഷണം നടത്തുന്നില്ലെങ്കിലും അവനുള്ളത് അവന് തിരികെ നൽകുന്നു. ദാവീദ് പ്രയാസത്തിലായിരുന്ന സമയത്ത് സഹായിച്ച വൃദ്ധനായ ബർസില്ലായും രാജാവിനെ കാണാൻ വരുന്നു. ദാവീദ് അവനെ ആദരിക്കാനും പ്രതിഫലം നൽകാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ബർസില്ലായി വിനയത്തോടെ അത് നിരസിക്കുകയും തൻ്റെ സ്ഥാനത്ത് കിംഹാം രാജാവിനോടൊപ്പം പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം രാജാവിനെ തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് യഹൂദയും ഇസ്രായേലും തമ്മിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുന്നു. അതുകൊണ്ട് വിജയത്തിന് ശേഷവും ജനങ്ങൾക്കിടയിലെ വിഭജനങ്ങൾ അവസാനിച്ചിരുന്നില്ല. പുനഃസ്ഥാപനം എല്ലാ പ്രശ്നങ്ങളെയും സ്വയം പരിഹരിക്കുന്നില്ല. ദാവീദ് യെരുശലേമിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ ക്ഷമ, തെറ്റിദ്ധാരണ, വിശ്വസ്തത, നന്ദി, വിഭജനം എന്നിവയെല്ലാം അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടി വന്നു. ചിലപ്പോൾ നാം പ്രാർത്ഥിക്കും, കർത്താവേ, ഈ സാഹചര്യത്തിൽ നിന്ന് നീ എന്നെ പുറത്ത് കൊണ്ടുവരണമേ. ദൈവം നമ്മെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ നമ്മോട് മറ്റൊരു കാര്യം ചോദിക്കുന്നു. ഞാൻ നിന്നെ പുനഃസ്ഥാപിച്ചതിന് ശേഷം നീ എങ്ങനെ പെരുമാറും? 20-ാം അധ്യായത്തിൽ ഷേബ എന്ന വ്യക്തി ദാവീദിനെതിരെ മറ്റൊരു കലാപം ആരംഭിക്കുന്നു. ഇസ്രായേലിലെ പലരും ഷേബയെ പിന്തുടരുന്നു. എന്നാൽ യഹൂദ ദാവീദിനോട് വിശ്വസ്തരായി തുടരുന്നു. ദാവീദ് ഷേബയെ പിന്തുടരാൻ തൻ്റെ സൈന്യത്തെ അയക്കുന്നു. വീണ്ടും യോവാബ് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി രംഗത്തെത്തുന്നു. ഒടുവിൽ ഷേബ അബേൽ മേത് മാഖ എന്ന പട്ടണത്തിൽ അഭയം പ്രാപിക്കുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ ഒരു ജ്ഞാനിയായ സ്ത്രീ യോവാബിനോട് സംസാരിക്കുകയും അവനുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നു. അവരുടെ പട്ടണം സമാധാനപരവും ഇസ്രായേലിൽ വിശ്വസ്തവുമായ ഒരു പട്ടണമാണെന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അവൾ ചോദിക്കുന്നു, നീ എന്തിനാണ് ഈ പട്ടണം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ആ സ്ത്രീയുടെ ജ്ഞാനപൂർവമായ ഇടപെടലിലൂടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നു. പട്ടണവാസികൾ ഷേബയെ കണ്ടെത്തി അവനെ കൊന്ന് അവൻ്റെ തല മതിലിന്മേൽ എറിഞ്ഞു കളയുന്നു. അങ്ങനെ മുഴുവൻ പട്ടണവും നശിപ്പിക്കപ്പെടാതെ കലാപം അവസാനിക്കുന്നു. ഈ അധ്യായം നമ്മെ ജ്ഞാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ആ ജ്ഞാനിയായ സ്ത്രീ ആയുധം ഉപയോഗിച്ചില്ല. അവൾ ഉപയോഗിച്ചത് ജ്ഞാനം, ധൈര്യം, ആശയവിനിമയം എന്നിവയായിരുന്നു. സദൃശവാക്യങ്ങൾ 15:1 പറയുന്നു, മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലും സഭകളിലും ജോലിസ്ഥലങ്ങളിലും സമൂഹത്തിലും ചില സാഹചര്യങ്ങളിൽ പ്രശ്നം ശക്തിയുടെ കുറവല്ല, ജ്ഞാനത്തിൻ്റെ കുറവാണ്. ചിലപ്പോൾ ഒരു ജ്ഞാനപൂർവമായ വാക്കിന് വലിയൊരു സംഘർഷം ഒഴിവാക്കാൻ കഴിയും. 21-ാം അധ്യായം മറ്റൊരു പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു.
ഇസ്രായേലിൽ 3 വർഷം ക്ഷാമമുണ്ടാകുന്നു. ദാവീദ് കർത്താവിൻ്റെ സന്നിധിയിൽ അന്വേഷിക്കുന്നു. അപ്പോൾ ശൗൽ ഗിബെയോന്യരോട് ചെയ്ത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട രക്തപാതകത്തിൻ്റെ കുറ്റം ഈ ക്ഷാമത്തിന് കാരണമായിരിക്കുന്നുവെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. അതിനാൽ ദാവീദ് ഗിബെയോന്യരോട് സംസാരിക്കുകയും പരിഹാരം വരുത്തുന്നതിനായി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ശൗലിൻ്റെ സന്തതികളുമായി ബന്ധപ്പെട്ട ദുഷ്കരമായ സംഭവങ്ങളും ഫെലിസ്ത്യരോടുള്ള യുദ്ധങ്ങളും ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദാവീദ് കഴിഞ്ഞ കാലത്ത് പരിഹരിക്കപ്പെടാതെ കിടന്ന ഒരു കാര്യത്തെ അവഗണിച്ചില്ല. അവൻ ആദ്യം ദൈവത്തെ അന്വേഷിച്ചു. ഇത് വളരെ പ്രധാനമുള്ളതാണ്. ഒരു കുടുംബത്തെയോ സമൂഹത്തെയോ സഭയെയോ തുടർച്ചയായി അലട്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ മനുഷ്യരുടെ യുക്തി കൊണ്ട് മാത്രം എല്ലാം പരിഹരിക്കാൻ നാം ശ്രമിക്കുന്നു. എന്നാൽ ദാവീദ് ആദ്യം ദൈവത്തോട് ചോദിച്ചു. ചില പ്രശ്നങ്ങളിൽ നാം നിർത്തി ഇങ്ങനെ ചോദിക്കേണ്ടി വരും, കർത്താവേ, ഞങ്ങൾ ശരിയാക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്ന് മാത്രം ചോദിക്കുന്നവരാകരുത്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനും നാം തയ്യാറാകണം. യേശു മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 23-ലും 24-ലും നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ സഹോദരന് നമ്മെക്കുറിച്ച് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് ഓർമ്മ വന്നാൽ ആദ്യം പോയി അനുരഞ്ജനം ചെയ്യുക എന്നതാണ്. ക്രിസ്തീയ പക്വത എന്നത് ഇങ്ങനെ പറയാനുള്ള മനസ്സാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണമേ. ഈ 3 അധ്യായങ്ങളും ഒരുമിച്ച് നാം നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ക്രമം നമുക്ക് കാണാം. 19-ാമത്തെ അധ്യായം പുനഃസ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതായത് ദാവീദ് യെരുശലേമിലേക്ക് മടങ്ങി വരുന്നു. 20-ാം അധ്യായത്തിൽ സംഘർഷത്തെക്കുറിച്ച് കാണുന്നു. അതായത് ദാവീദ് വീണ്ടും ഒരു കലാപത്തെ നേരിടുന്നു. 21-ാം അധ്യായം ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. ദാവീദ് കഴിഞ്ഞ കാലത്ത് പരിഹരിക്കപ്പെടാതെ കിടന്ന ഒരു കാര്യത്തെ നേരിടുന്നു. ഇത് നമ്മോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. ഒന്നാമതായി, ഒരു വിജയം ലഭിച്ചതുകൊണ്ട് യാത്ര അവസാനിക്കുന്നില്ല. ദാവീദ് അബ്ശാലോമിനെ പരാജയപ്പെടുത്തി. എന്നാൽ ഉടൻ തന്നെ മറ്റൊരു പ്രശ്നം അദ്ദേഹത്തെ നേരിട്ടു. ഒരു വലിയ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയതിന് പിന്നാലെ മറ്റൊരു പ്രശ്നം വന്നേക്കാം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ഉത്തരം നൽകി, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നമുണ്ടാകില്ല എന്ന് നാം കരുതരുത്. ക്രിസ്തീയ ജീവിതം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമ്മോടുകൂടെ ഉള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. രണ്ടാമതായി, പുനഃസ്ഥാപനത്തിന് പക്വത ആവശ്യമാണ്. ദാവീദ് യെരുശലേമിലേക്ക് മടങ്ങി. എന്നാൽ ശിമെയി, മെഫിബോശേത്ത്, ബർസില്ലായി, യഹൂദ, ഇസ്രായേൽ എന്നിവരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടി വന്നു. ദൈവം ഒരാളെ ഒരു സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിച്ചേക്കാം. എന്നാൽ ആ പുനഃസ്ഥാപനത്തോടൊപ്പം ജ്ഞാനവും വിനയവും ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കണം. ചോദ്യം, ദൈവം എന്നെ പുനഃസ്ഥാപിച്ചോ എന്നത് മാത്രമല്ല. അതിലും വലിയ ചോദ്യം, ദൈവം എന്നെ പുനഃസ്ഥാപിച്ചതിന് ശേഷം ഞാൻ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും? മൂന്നാമതായി, ശക്തിയേക്കാൾ നമുക്ക് ആവശ്യം ജ്ഞാനമാണ്. ആബേൽ പട്ടണത്തിലെ ജ്ഞാനിയായ സ്ത്രീ തൻ്റെ ജ്ഞാനത്തിലൂടെ ഒരു പട്ടണത്തെ മുഴുവൻ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ഇത് ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിലും വളരെ പ്രസക്തമാണ്. നമ്മുടെ കുടുംബങ്ങളിലും ശുശ്രൂഷയിലും സഭയിലും നമുക്ക് അധികാരവും സ്ഥാനവും സ്വാധീനവും ഉണ്ടായിരിക്കാം. എന്നാൽ ജ്ഞാനമില്ലാത്ത അധികാരം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. സോളമനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ആകയാൽ നിൻ്റെ ദാസന് നിൻ്റെ ജനത്തെ ന്യായം വിധിപ്പാൻ വിവേകമുള്ള ഹൃദയം തരണമേ എന്ന്. നമുക്ക് ശക്തി മാത്രമല്ല, വിവേകമുള്ള ഹൃദയവും ആവശ്യമാണ്. നാലാമതായി, കഴിഞ്ഞ കാലത്തെ സത്യസന്ധമായി നേരിടുക. 2 ശമൂവേൽ 21 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കഴിഞ്ഞ കാലത്ത് പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന കാര്യങ്ങളെ കാലം കഴിഞ്ഞു എന്ന കാരണത്താൽ എല്ലായ്പ്പോഴും മറന്നു കളയുവാൻ കഴിയില്ല എന്നതാണ്. നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ ചില കാര്യങ്ങൾക്ക് ക്ഷമ ആവശ്യമായിരിക്കാം. ചില കാര്യങ്ങൾക്ക് മാനസാന്തരം ആവശ്യമായിരിക്കാം. ചില കാര്യങ്ങൾക്ക് അനുരഞ്ജനം ആവശ്യമായിരിക്കാം. ചില കാര്യങ്ങൾക്ക് നഷ്ടപരിഹാരം ആയിരിക്കും ആവശ്യമായി വരുന്നത്. പക്വതയുള്ളൊരു ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ പറയാൻ ഭയമില്ല, ഇത് ഞാൻ ശരിയാക്കേണ്ടതുണ്ട്. അഞ്ചാമതായി, നേതൃത്വം എന്നത് ആളുകളെ ആജ്ഞാപിക്കുക മാത്രമല്ല, അവരെ വഹിക്കുക കൂടെയാണ്. ഈ അധ്യായങ്ങളിലെ ദാവീദിൻ്റെ ജീവിതം ക്രിസ്തീയ നേതൃത്വത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി പ്രസക്തമാണ്. ഒരു നേതാവ് എപ്പോൾ ദുഃഖിക്കണം, എപ്പോൾ സംസാരിക്കണം, എപ്പോൾ ക്ഷമിക്കണം, എപ്പോൾ കേൾക്കണം, എപ്പോൾ നേരിടണം, എപ്പോൾ അനുരഞ്ജനം തേടണം എന്നെല്ലാം അറിയണം. ദാവീദ് ഒരു രാജാവായിരുന്നു, എന്നാൽ അവനും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഈ അധ്യായങ്ങളിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന്. ദൈവം അപൂർണരായ മനുഷ്യരെ ഉപയോഗിക്കുന്നു, എന്നാൽ അവരുടെ അനുഭവങ്ങളിലൂടെ അവരെ തുടർച്ചയായി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ, വിജയത്തിന് ശേഷം ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ശരിയാക്കേണ്ടതായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? 2 ശമൂവേൽ 19 മുതൽ 21 വരെ ഉള്ള അധ്യായങ്ങൾ പ്രതിസന്ധിക്ക് ശേഷമുള്ള ജീവിതത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് നൽകുന്നു.
ദാവീദ് യെരൂശലേമിലേക്ക് മടങ്ങി വരുന്നു. എന്നാൽ പുനഃസ്ഥാപനം പുതിയ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുവരുന്നതായി അദ്ദേഹം മനസ്സിലാക്കുന്നു. അദ്ദേഹം തകർന്ന ബന്ധങ്ങളെയും കലാപത്തെയും രാഷ്ട്രീയ വിഭജനത്തെയും പ്രയാസകരമായ തീരുമാനങ്ങളെയും കഴിഞ്ഞ കാലത്തിൻ്റെ പ്രത്യാഘാതങ്ങളെയും നേരിടുന്നു. എന്നിരുന്നാലും ഇതെല്ലാം നടക്കുമ്പോഴും ദൈവം ദാവീദിനെ നയിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശം വളരെ ലളിതമാണ്. കൊടുങ്കാറ്റിന് ശേഷം വിശ്വസ്തരായി തുടരുക, വിജയത്തിന് ശേഷം വിനയത്തോടെ തുടരുക, പുനഃസ്ഥാപനത്തിന് ശേഷം ഉത്തരവാദിത്വത്തോടെ തുടരുക, സംഘർഷത്തിനിടയിൽ ജ്ഞാനം അന്വേഷിക്കുക, ദൈവം തിരുത്തേണ്ട എന്തെങ്കിലും കാണിച്ചു തരുമ്പോൾ അത് ശരിയാക്കാനുള്ള ധൈര്യം കാണിക്കുക. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നാം കൂടുതൽ ജ്ഞാനമുള്ളവരും ശക്തരുമായും വിശ്വസ്തരുമായും അവൻ്റെ രാജ്യത്തിനായി ഉപയോഗിക്കപ്പെടുന്ന ദാസന്മാരായി തീരേണ്ടതിനാണ് ദൈവം നമ്മെ പ്രശ്നങ്ങളിലൂടെ നടത്തുന്നത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.